ഈശ്വരൻ എന്താണ്, ആരാണ്, എവിടെയാണ് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് ഈ അമ്മയാണ്. ഭഗവത്ഗീത അംബ ത്വാം അനുസന്ധതാമി, ആ ഭഗവത്ഗീതയാണത്. രണ്ടാമതായിട്ട് സാമാന്യമായിട്ട് അച്ഛന്മാർക്കും തോന്നരുത്, അച്ഛന്മാരുടെ കുട്ടിക്കാലത്ത് ഓർക്കുകയാണെങ്കിൽ അച്ഛന്മാർക്ക് ഒരു കാര്യം അറിയാൻ സാധിക്കും. ഈ മോസ്റ്റ് സെൽഫ്ലെസ് ലവ് അമ്മയ്ക്കാണ്. ഒരു കുട്ടി ചെളിയിൽ വീണ് കഴിഞ്ഞ് വൃത്തികേടായി കഴിഞ്ഞാൽ ഒരു കൊച്ച് അച്ഛൻ്റെ മടിയിലിരിക്കുകയാണ്. അതിങ്ങനെ വാത്സലിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് കൊച്ചു മൂത്രിച്ച് കഴിഞ്ഞാൽ ആ ലക്ഷ്മി എന്ന് പറയും. പിന്നെ ഹാൻഡ് ഓവർ ചെയ്യാം അമ്മയ്ക്ക്. പിന്നെ ആ കുട്ടി വൃത്തിയാക്കുന്ന അമ്മയുടെ ജോലിയാണ്. അച്ഛന്മാർക്കൊന്നും തോന്നരുത്. നമ്മുടെ കുട്ടിക്കാലത്ത് പോയി നമുക്ക് ഓർക്കാൻ സാധിക്കും, നമ്മുടെ ദ മദർ ഇസ് വൺ ഹൂ സീസ് ഹെർ ചൈൽഡ് ഇൻ ആൻഡ് ത്രൂ ഹിസ് ഡേർട്ട് എന്നാണ്. എത്ര വൃത്തികെട്ടവനാണെങ്കിലും അമ്മയ്ക്ക് കൊച്ചു തന്നെയാണ്. അത് വൃത്തികെട്ടവനാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അതുപോലെയാണ് ഭഗവത്ഗീതയും. മാനവരാശി നമ്മുടെ ആര് തന്നെ ആയിക്കോട്ടെ, ജാതി മത അതൊന്നും നോക്കാതെ അമ്മ നമ്മുടെ എല്ലാവരും ചൈതന്യം, നമ്മുടെ അമ്മ ഓരോ ജീവിയിലും ആ ചൈതന്യം കണ്ടുകൊണ്ട് ഇതെല്ലാം എൻ്റെ മക്കളാണ് എന്ന് പറയുന്നത്. അംബ ത്വാം അനുസന്ധതാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണീം എന്നുള്ള അർത്ഥമുണ്ട്. ഭവദ്വേഷിണി എന്നുള്ള അർത്ഥം ഭവദ്വേഷിണി. ഇവിടെ ഭവ എന്ന് രണ്ടർത്ഥമുണ്ട്. ഒന്നും ശിവനും ഭവ എന്നുള്ള അർത്ഥമുണ്ട്. ആ അർത്ഥമല്ല. ശിവനെ വെറുക്കുന്നവരെന്നല്ല, ശിവായ നമ ഭവായ നമ എന്നൊരു പറഞ്ഞു ആ അർത്ഥമല്ല. ഈ ഭവ എന്നുള്ളത് ഈ ലൗകിക സുഖങ്ങൾ, അതിന് ലൗകിക സുഖങ്ങൾ വെറുക്കുന്നവൾ എന്നുള്ള അർത്ഥമാണ്. അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മതങ്ങൾ, നമ്മുടെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെയും പറയുന്നില്ല നിങ്ങൾ ഇത് പണത്തിൻ്റെ പുറകെ പോകരുത്, ഇതിങ്ങനെ ചെയ്യരുത്, ഒരു മതം പറയുന്നില്ല. നമുക്ക് നാല് ലക്ഷ്യങ്ങളാണ്. അതായത് അർത്ഥ കാമ. നമുക്ക് പണം വേണം, പിന്നെ പല കാര്യങ്ങളും വേണം, അത് സമ്പാദിക്കാം, പിന്നെ അത് അനുഭവിക്കാം. അതിന് അർത്ഥകാമം എന്ന് പറയാം. അത് നമുക്ക് ആവാം, പക്ഷേ ജീവിത ലക്ഷ്യം അതായി പോകരുത് എന്നാണ്. അതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. അത് നമ്മുടെ അർത്ഥകാമം, നമ്മുടെ എന്ത് സമ്പാദിക്കുന്നതും നമ്മൾ എന്ത് അനുഭവിക്കുന്നതും അത് അനുഭവിക്കുന്നത്. അത് നല്ല ശ്ലോകം, ഒരു മന്ത്രം കൂടി ഞാൻ ഓർമ്മ വരികയാണ്. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണഃ നിർവേദമായാത് നാസ്തി അധികൃത കൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരും ഏവ അഭിഗച്ഛേത് തമിത് പാണി ശ്രോത്രം ബ്രഹ്മനിഷ്ഠ. ഇതിനർത്ഥം പിന്നെ പറയാം. അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണ ഒരു നല്ലൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. മാൻ ഈസ് ദി ഓൺലി ആനിമൽ ഹൂ സ്റ്റംബിൾസ് ട്വൈസ് ഓൺ ദ സെയിം സ്റ്റോൺ എന്ന് പറയാറുണ്ട്. ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിന്ന് പഠിക്കാതെ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചു പിടിക്കുന്നത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്നാണ്. മൃഗങ്ങൾ പോലും ഒരു തെറ്റ് പറ്റിപ്പോയത് ഇത് എനിക്ക് അപകടം തോന്നിയ മാറിപ്പോയി കളി മൃഗങ്ങൾ. പക്ഷേ മനുഷ്യൻ, മാൻ ഇസ് ദി ഓൺലി ആനിമൽ ഹൂ സ്റ്റംബിൾസ് ട്വൈസ് ഓൺ ദ സെയിം സ്റ്റോൺ. ഒരു തെറ്റാവർച്ചിട്ട് അയ്യോ കഷ്ടമായി, പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ ശക്തിയില്ല.